ഇന്നൊരു കോഴിക്കോട് യാത്രയായിരുന്നു ഗൈസ്. കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞ ദിവസം പോയതാണ് കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ പാലക്കാടുകാർക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമാണ്. കുറച്ച് എന്നല്ല, ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ കടലില്ലല്ലോ. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത്, മലപ്പുറം കോഴിക്കോടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ പോയാൽ എന്തായാലും മിസ് ചെയ്യാതെ ഞങ്ങൾ ബീച്ച് കണ്ടിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേസ്. കടൽ തീരത്ത് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ കക്കകൾ അടിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്ലാസ്റ്റിക്കുകൾ വന്ന് അടിയുന്നുണ്ടായിരുന്നു. നമ്മളായിട്ട് നമ്മളുടെ കടൽ ഇങ്ങനെ മോശപ്പെട്ട് കിടക്കുകയാണെന്ന് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഗൈസ്. ഇപ്പം നമ്മുടെ മക്കൾ കക്ക പെറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. കടലിൽ കളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കളിക്കുന്ന സമയത്ത് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറയുകയാണ്, അമ്മ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഇട്ടാൽ അത് മീനുകൾ തിന്നൂലേ, മീനുകൾ ഇതൊക്കെ കഴിക്കുമോ എന്നൊക്കെയായിരുന്നു അവരുടെ സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരത് വരും തലമുറയ്ക്ക് പോലും അറിയുന്നുണ്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടരുത് എന്നുള്ളത്. അപ്പം നമ്മൾ കഴിവതും ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കാനായിട്ട് നോക്കണം. നമ്മളിപ്പോൾ കാട്ടിലൊക്കെ കാട് പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ അവിടെയൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്താൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കടലിലേക്ക് വരുമ്പോഴും വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാ കണ്ടോ, ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കടലിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നടിഞ്ഞു കൂടിയ സാധനങ്ങളാണ് ഗൈസ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് പരമാവധി കടൽ തീരത്തേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കടൽ തീരത്തേക്ക് കൊണ്ടുവരുന്നിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ പുഴയിൽ നിന്നും പല സ്ഥലത്തു നിന്നുള്ള വെള്ളമാണല്ലോ കടലിലേക്ക് വരണതല്ലേ. അപ്പോൾ നമ്മൾ പരമാവധി വീട്ടിൽ തന്നെ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഹരിതകർമ്മസേന പോലുള്ള ആൾക്കാർ വരുന്നുണ്ട് പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കൈമാറാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, പ്രാവൊക്കെ അതിലൂടെ നടന്നിട്ടാണ് എന്തൊക്കെയോ കൊത്തിപ്പെറുക്കുന്നത്. അവർക്കറിയില്ല ഈ പ്ലാസ്റ്റിക് ആണ് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മളാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. ഇത് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കണ്ട കുറച്ച് ശംഖും കക്കകളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ കബഡി നിരത്തുന്ന ജ്യോത്സ്യന്മാരുടെ കയ്യിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം. അത് കുട്ടികൾ കണ്ടപ്പോൾ കൗതുകത്തോടെ എടുത്ത് നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതുപോലത്തെ വേറെ ഉണ്ടോയെന്ന് ഞങ്ങൾ സെർച്ച് ചെയ്തു, പക്ഷേ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇതൊരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങളിത് പെറുക്കാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മളുടെ ഒരു അക്വേറിയം ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത് അത് യൂസ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങളവിടെ പെറുക്കാനായിട്ട് കൂടുതലായിട്ട് നോക്കിയത്. പക്ഷേ അവിടെ കൂടുതൽ കണ്ടു കിട്ടിയത് പ്ലാസ്റ്റിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവരിലും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫോട്ടോസിലൊക്കെ കണ്ടാൽ ഞങ്ങൾക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.